നടി കവിയൂർ പൊന്നമ്മ 79 വയസ്സ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 20-ാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ചു. പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ ഏവരെയും തന്മത്തത്തോടുകൂടിയുള്ള വേഷങ്ങളാണ് അവതരിപ്പിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു. തോപ്പിൽ ഭാസിയുടെ പ്രശസ്ത മൂലധനമായിരുന്നു അക്കാലങ്ങളിൽ പ്രധാനമായ നാടകങ്ങളിലൊന്ന്. പിന്നീട് കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു വെള്ളിത്തിരയിലേക്ക് എത്തിയത്. 1960-കൾ മുതൽ 2022 വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 1971, 1972, 1973 എന്നീ വർഷങ്ങളിലെ തുടർച്ചയായും പിന്നീട് 1994 മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരവും നേടിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു. 400-ലേറെ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുമുണ്ട്.